സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഡാറ്റ അനാലിസിസിൻ്റെ പവർഫുൾ എക്സൽ ടൂളായിട്ടുള്ള പിവറ്റ് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നും തുടർന്നുള്ള കുറച്ച് ക്ലാസ്സുകളിലുമായി മനസ്സിലാക്കാൻ പോകുന്നത്. വെറും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി തന്നെ വിവിധ തരം റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പറ്റുന്ന, ആ റിപ്പോർട്ടുകൾ ഉപയോഗിച്ച് വിഷ്വൽ ഗ്രാഫിക് തയ്യാറാക്കാൻ പറ്റുന്ന പവർഫുൾ ടൂളാണ് പിവറ്റ് ടേബിൾ. ഡാഷ്ബോർഡ് തയ്യാറാക്കാനും എല്ലാ റിപ്പോർട്ടുകളും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിവറ്റ് ടേബിൾ എന്നുള്ളത്. എക്സലിൻ്റെ ഏറ്റവും പവർഫുൾ ടൂൾ എന്ന് തന്നെ പിവറ്റ് ടേബിളിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് ഇന്നും തുടർന്നുള്ള ക്ലാസ്സുകളിലും പിവറ്റ് ടേബിളിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകളൊക്കെ തന്നെ തുടർച്ചയായി കാണാൻ പ്രത്യേകം ഉണർത്തുകയാണ്. പിവറ്റ് ടേബിളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ല. നമുക്ക് ഇങ്ങനെ നിങ്ങളൊരു സെയിൽസ് സൂപ്രണ്ടാണ്, നിങ്ങൾക്ക് റിപ്പോർട്ട് സീനിയർ മാനേജർക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങളോട് ഓരോരുത്തരുടെയും ടോട്ടൽ സെയിൽസ് എത്രയാണെന്നുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടാം. ഇതേപോലെ റീജിയൻ വൈസ് റിപ്പോർട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ ആവശ്യപ്പെടാം. സെയിൽസും പ്രോഡക്റ്റ് വൈസ് റിപ്പോർട്ട് ഇതേപോലെ ആവശ്യപ്പെടാം. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു സബ് ടോട്ടൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് മുമ്പ് നമ്മളൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഫിൽറ്ററിലൊക്കെ പറഞ്ഞിട്ട് ഇതൊന്ന് ഫിൽറ്റർ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇവിടെ കിട്ടും, അത് പേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ആണ് നമ്മൾ പഴയ രീതിയിൽ ചെയ്യാം. എന്നാൽ ഇതൊക്കെ വളരെ നിമിഷം കൊണ്ട് അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പിവറ്റ് ടേബിൾ. പിവറ്റ് ടേബിളിൻ്റെ ഓപ്ഷൻ അത് മാത്രമല്ല, ഒരുപാട് നമ്മൾ 2, 3, 4 ക്ലാസ്സുകളിലായിരിക്കും അത് തീർക്കുക. അപ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ആദ്യം നമ്മളിവിടെ പറയുന്നത്. പിന്നെ നമ്മളൊരു സാധാരണ നമ്മൾ മുമ്പ് ഒരു ടേബിളിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് റേഞ്ച് ആണ്, പക്ഷേ ഇതിനെ നമുക്ക് എക്സൽ ടേബിൾ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഈ പിവറ്റ് ടേബിളിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അവർ ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഇതിനെ ഒരു ടേബിൾ ആക്കി മാറ്റും. അതിന് നമ്മൾ കൺട്രോൾ ടി അടിക്കുന്നതോടുകൂടി അത് ടേബിൾ ആയിട്ട് മാറും. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ടേബിൾ 1 എന്നാണ് ഇവിടെ വന്നത്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഒന്ന് റീനെയിം ചെയ്യാം. എങ്ങനെയാണ് റീനെയിം ചെയ്യുക? അവിടെ സെലക്ട് ചെയ്ത് നമ്മൾ എന്താണ് സെയിൽസ് റിപ്പോർട്ട് എന്ന് കൊടുക്കാം. സെയിൽസ് റിപ്പോർട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതിൻ്റെ പേര് അതായി മാറി. കാരണം നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പിവറ്റ് ടേബിളിൻ്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ടേബിൾ അല്ലെങ്കിൽ റേഞ്ച് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് നെയിം കൊടുത്തത്. ഇനി ഇവിടെ വെച്ച് നമ്മൾ ഇൻസേർട്ട് എടുക്കുന്നു. ഇവിടെ പിവറ്റ് ടേബിൾ എന്ന് കാണാം. ടേബിൾസ് എന്നുള്ളടത്താണ് ഉള്ളത്. ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ടേബിൾ റേഞ്ച് അതിൻ്റെ പേര് തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ ന്യൂ വർക്ക്ഷീറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ അടുത്ത ഘട്ടത്തിൽ പറയാം. നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അതും കാണിക്കും. ഈ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചില വേർഷനിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഇത് വെച്ചുകൊണ്ടും ഇവിടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിനേക്കാളും നല്ല ഓപ്ഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ നമുക്ക് മാറാം? അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണാം പിവറ്റ് ടേബിൾ ഓപ്ഷൻസ് എന്നുള്ള ഭാഗം കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഡിസ്പ്ലേ എന്നുള്ള ഭാഗം എടുത്ത് ഇവിടെ ക്ലാസിക് പിവറ്റ് ടേബിൾ ലേഔട്ട് എന്നുള്ള ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ അത് മാറും. ഇനി നമ്മളെപ്പോഴും എക്സൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിൽ പോയി ഓപ്ഷൻ എടുത്ത് ഓപ്ഷനിൽ ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇതേപോലെ പല സെറ്റിംഗ്സ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. എഡിറ്റ് ഡീഫോൾട്ട് ലേഔട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പിവറ്റ് ടേബിൾ ഓപ്ഷൻസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ ഇത് നമുക്ക് എക്സൽ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ കിട്ടാനാണ്. ഇവിടെ കാണാം ഈ ഡിസ്പ്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പല ഓപ്ഷൻസും ഉണ്ട്, നമ്മളത് സന്ദർഭത്തിൽ വിശദീകരിക്കും. ഇവിടെ ക്ലാസിക് പിവറ്റ് ടേബിൾ ലേഔട്ട് എന്നുള്ള ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി സെലക്ഷൻ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇതൊക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ എക്സൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഈ ടെംപ്ലേറ്റ് നമുക്ക് പരിചയപ്പെടാം. ഇതിനാണ് നമ്മൾ റോ ഫീൽഡ് എന്ന് പറയാം. താഴെയുള്ളതിനാണല്ലോ നമ്മൾ റോ എന്ന് പറയാം. ഇവിടെ കോളം ഫീൽഡ് ആണ്. വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സെയിൽസ് പേഴ്സൺ ആണ് റോ ഫീൽഡിൽ വേണ്ടത്. ടോട്ടൽ സെയിൽസും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് വാല്യൂ ഫീൽഡിൽ കൊടുക്കണം. നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിത് എടുക്കുന്നു. ആദ്യം തന്നെ സെയിൽസ് പേഴ്സൺ നമ്മളിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ സെയിൽസ് ആണ്. അത് വാല്യൂസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഈ ടോട്ടൽ എന്നുള്ള നിലക്ക് നമുക്ക് എന്തായി, ഇവിടെ കിട്ടി അനിലിൻ്റെ ടോട്ടൽ കിട്ടി. അതേപോലെ ഓരോരുത്തർക്കും ടോട്ടൽ കിട്ടി. ആകെ 2 ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊണ്ട് നമുക്ക് ഈ കാര്യം സാധിക്കാൻ പറ്റി. ഇനി അടുത്ത നമുക്ക് ആവശ്യം എന്താണ്, പ്രൊഡക്റ്റ് റീജിയൻ വൈസ് ആയിട്ട് എത്രത്തോളം സെയിൽസ് വന്നിട്ടുണ്ട് എന്ന് നോക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന്
ഒന്നുകിൽ ഇതേ സാധനത്തിന്റെ മുകളിൽ ഇവിടെ ഈ ടിക്ക് ഒഴിവാക്കുന്നതോട് കൂടി അവിടെ അത് പോകും. ഇവിടെ നമുക്ക് ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ പഴയ പോലെ ആവും. നമുക്ക് അല്ലാതെ നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് പിവറ്റ് ടേബിൾ. അപ്പോൾ നേരത്തെ നമ്മൾ ന്യൂ വർക്ക്ഷീറ്റ് ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പം ഇവിടെ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഓവർലാപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. പക്ഷേ ഇപ്പോൾ 2 റോ മാത്രം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഓക്കെ കൊടുക്കുന്ന ഒരു നേരത്തെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നോക്കുക, ഇവിടെ പ്രൊഡക്റ്റ് ആണ് റോ വൈസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിനെ എടുത്തു റോയിലേക്ക് ഇടുന്നു. ഇവിടെ ഇടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് വലിച്ച് ഇതാ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കളർ വരും, ഇവിടെ വിട്ട് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് നേരത്തെ ഇവിടെ വന്നു. ഇനി നമുക്ക് വേണ്ടത് റീജിയൻ വൈസ് ആണ്. അതുകൊണ്ട് നമ്മൾ റീജിയൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോളത്തിൽ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ റീജിയൻ വന്നു. ഇനി വാല്യൂസ് വേണം. വാല്യൂസിന് നമ്മൾ നേരെ 2 ഭാഗത്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഈ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഇത് വിടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, രണ്ടാമത്തെ ടെംപ്ലേറ്റും നമുക്ക് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 എണ്ണം ഉള്ളത്. ഇതേ ഒരു സാധനം തന്നെ നമുക്ക് എന്തായി, അവിടെ ഈ ഭാഗത്ത് ആകെ 2 വാല്യൂസ് കൊണ്ട് നമുക്ക് എത്രയോ ജോലി ചുരുക്കി കിട്ടിയെന്ന്. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ റീജിയൻ ഇവിടെ ടിക്ക് ഒഴിവാക്കിയാൽ ടോട്ടലാണ് അതിന്റെ വരിക. ഓരോന്നിന്റെയും ടോട്ടൽ വന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അത് ഈ രീതിയിലാണ് വരിക, ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെയെല്ലാം നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, ഇവിടെ ടിക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് വേണം. ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഈ രീതിയിൽ നമുക്ക് കിട്ടുക. ഇവിടെ ഗ്രാൻഡ് ടോട്ടലും ഓരോന്നിനും കിട്ടും. ഈ ടോട്ടലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പിന്നീട് വിശദീകരിക്കാം. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി മൂന്നാമത്തെ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് മൂന്നാമത്തത് ഇവിടെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ റിപ്പോർട്ട് എന്താണ്, സെയിൽസ് പേഴ്സൺ ഉണ്ട്, ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റ് എത്രത്തോളം സെയിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പുതിയ ടെംപ്ലേറ്റ്, ഒന്നുകിൽ ആ ടെംപ്ലേറ്റിൽ ടിക്ക് ഒഴിവാക്കിക്കൊണ്ട് പുതുതായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ പുതിയൊരു പിവറ്റ് ടേബിൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർട്ട് പിവറ്റ് ടേബിൾ, സെയിൽസ് റിപ്പോർട്ട് തന്നെയാണ് കാണിക്കുന്നത്. എക്സിസ്റ്റിംഗ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, വീണ്ടും ഓക്കെ കൊടുക്കുന്നു. ടെംപ്ലേറ്റ് ഇവിടെ വന്നു. ഈ ടെംപ്ലേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിച്ചെടുക്കണം. ഇങ്ങനെ നീക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒന്ന് നോക്കാം. സെയിൽസ് പേഴ്സൺ ആണ് റോ വൈസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളത് സെയിൽസ് പേഴ്സൺ ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്തു. ഇനി നമുക്ക് എന്താണ്, പ്രൊഡക്റ്റ് കോളം വൈസിൽ വേണം. നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു, പ്രൊഡക്റ്റ് ഇതാ കോളത്തിൽ കൊണ്ടിട്ടു. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് ആണ് വേണ്ടത്. നമ്മൾ ടോട്ടൽ സെയിൽസ് വാല്യൂസിൽ ഇട്ടു. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയി ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇതേപോലെ ഒരു റിപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടിയെന്ന് അർത്ഥം. എത്രയോ എളുപ്പമാണ് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഫിൽട്ടർ ചെയ്യലോ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. നമുക്ക് ഒരുപാട് ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമുക്കൊരു സ്കോർ ഷീറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതേപോലെ SLCയുടെ റിസൾട്ടിന്റെ ഒരു സ്കോർ ഷീറ്റ് ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഓരോന്നും കാണാൻ വേണ്ടി ഫോർമുല ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഓരോ കൗണ്ടിഫ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നേരത്തെ പോലെ ഒന്നെങ്കിൽ ഇതിനെ ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതില്ലാതെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ റേഞ്ച് ആണ് ചോദിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് പിവറ്റ് ടേബിൾ കൊടുക്കുന്നു. ഇൻസേർട്ട് പിവറ്റ് ടേബിൾ കൊടുത്തു. ഇവിടെ നമുക്കപ്പോൾ അന്നേരം റേഞ്ചാണ്, ഡാറ്റ 2 എന്നുള്ള റേഞ്ചാണ് ചോദിക്കുന്നത്. ഇതൊരു ഡാറ്റ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ടേബിളിന്റെ പേര് ചോദിക്കില്ല, കാരണം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ ഇനി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാതെയും ചെയ്യാം. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്നുള്ള എടുത്തു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. നമ്മളിവിടെ ഷീറ്റ് 1 എടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. അപ്പോൾ അതോടുകൂടി നമ്മൾ നേരത്തെ ഡ്രോപ്പ് ഇത് താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല. ഇറങ്ങി വരുമ്പോൾ എറർ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് റോസ് നമ്മൾ അതിനനുസരിച്ച് വിട്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് മറ്റൊരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഇങ്ങോട്ട് വലിച്ചിട്ടു. അതേ ലാംഗ്വേജ് തന്നെ ഒന്നും കൂടി നമ്മൾ വാല്യൂസിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ A+ ഈ രീതിയാണ് വരിക. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാംഗ്വേജിന്റെ കിട്ടി. ഇവിടെ A+ എന്നുള്ളതാണ്. ഇത് നമുക്ക് പിന്നീട് കസ്റ്റം സോർട്ടിംഗ് നമ്മൾ സോർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ച് A+ ആദ്യവും A ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ കടക്കൂല. നിങ്ങൾ ഫിൽറ്ററിംഗ് ഓപ്ഷൻ നമ്മൾ ക്ലാസ് ഉണ്ട്, സോർട്ടിംഗ് ആൻഡ് ഫിൽറ്റർ, അത് കണ്ടാൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ടെംപ്ലേറ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലാംഗ്വേജ് ഒഴിവാക്കാം. ഇവിടെ അൺടിക്ക് ചെയ്യുന്നതോടുകൂടി അതിന്റെ നേരത്തെ സാധനം തന്നെ നമുക്ക് കിട്ടും, ടെംപ്ലേറ്റ് തന്നെ കിട്ടും. ഇനി നമുക്ക് മലയാളമാണ് വേണ്ടത്. മലയാളം ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു. അതിന് മലയാളം സെക്കൻഡ് ഇവിടെ തന്നെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ സാധനം ഇവിടെ കിട്ടും. വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ A+, B+, C+, D+, ഇങ്ങനെയാണുള്ളത്. നമ്മളിവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി അതും നമുക്ക് ശരിയായ രീതിയിൽ കിട്ടി. ഇനി ഓരോന്നും നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടി വിശദീകരിക്കാം. ലാംഗ്വേജിൻ്റെത് നമുക്ക് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതോടുകൂടി തന്നെ ഇവിടെ ഇത് വന്നു. ഇനി ഇതിനെ ഒന്നും കൂടി വലിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സ്വാഭാവികമായിട്ടും ലാംഗ്വേജിൻ്റെതും ഇവിടെ വന്നു. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഏതെങ്കിലും
ഇല്ലാത്തതുണ്ടെങ്കിൽ ഇതിങ്ങനെ കയറി നിൽക്കും. അപ്പൊ അതിനനുസരിച്ച് ചെക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ കൊടുത്ത അതേ രീതി തന്നെയാണോ ഇവിടെ വന്നത് നോക്കണം. എ പ്ലസ് ബി ബി പ്ലസ്. ബി വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ ഈ ബി പ്ലസ് മേലോട്ട് നിൽക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഒരു ഫോർമുലന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതോടുകൂടി നമുക്ക് മുഴുവനും ഉള്ള എ പ്ലസ് ബി പ്ലസിന്റെ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. ഇത് നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കസ്റ്റം സോർട്ടിങ് ഉപയോഗിച്ചുകൊണ്ട് എ പ്ലസിനെ എ പ്ലസ് എ ബി പ്ലസ് ബി എന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് ബാക്കി ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് പിവറ്റ് ടേബിളിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊണ്ട് നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ഗ്രാഫ് ആക്കി ഇതിനെ മാറ്റാൻ പറ്റും. പിവറ്റ് ടേബിളിൽ ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.